ഭൂമിയെ സംബന്ധിച്ച് അതിന് കിഴക്കുമില്ല. നിങ്ങൾ ഇത്തിരി ബുദ്ധിപരമായി ചിന്തിക്കണം. സൂര്യനെ സംബന്ധിച്ച്, ഭൂമിയെ സംബന്ധിച്ച് കിഴക്കുമില്ല പടിഞ്ഞാറുമില്ല. ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് സൂര്യൻ്റെ വെളിച്ചം ഒരു ഭാഗത്ത് തട്ടുമ്പോൾ നാം ആ ഭാഗത്തെ വിളിക്കുന്നു കിഴക്കെന്ന്, വേറൊരു ഭാഗത്തേക്ക് സൂര്യൻ മറയുമ്പോൾ ആ ഭാഗത്തെ നാം വിളിക്കുന്നു പടിഞ്ഞാറെന്ന്. അപ്പോൾ ആരെ ആസ്പദമാക്കിയിട്ടാണ് കിഴക്കും പടിഞ്ഞാറും? അപ്പം അതൊരു പ്രതീകമല്ലേ? ക്ലിയറാണോ നിങ്ങൾക്ക്? ഇതേപോലെ നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ ഏത് ചടങ്ങും, ഇപ്പം ഹജ്ജ് കർമ്മങ്ങൾ, അവർ പള്ളി ഇവിടെ പോകുന്നു, മക്കയിൽ പോകുന്നു, ഒരു പള്ളി അവിടെ ഉണ്ടല്ലോ, അതിനെയല്ലേ വലം വെക്കുന്നത്. അതിനൊരു രൂപമില്ലേ? ഉണ്ടോ ഇല്ലയോ? ഒരു ശിലയും ഒരു കെട്ടിടവും തമ്മിൽ എന്താ വ്യത്യാസം? അതും കല്ലുകൊണ്ടാണ്, കെട്ടിടവും പണിയുന്നത് കല്ലുകൊണ്ടാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എല്ലാവർക്കും വിഗ്രഹമുണ്ട്, പല തലങ്ങളിലാണെന്ന്. ഈവൻ പുസ്തകം നോക്കൂ, ഞാൻ നോക്കുമ്പോൾ മുസ്ലിങ്ങൾ അവരും പുസ്തകം കൊണ്ട് നടക്കേണ്ട ഖുർആൻ, അതിലെ അക്ഷരങ്ങൾക്കെല്ലാം രൂപമുണ്ടല്ലോ. അക്ഷരങ്ങൾക്കൊക്കെ ഓരോ ഷേപ്പില്ലേ? രൂപങ്ങളല്ല ദൈവമെങ്കിൽ ദൈവത്തെ വർണ്ണിക്കുന്ന അക്ഷരങ്ങൾക്ക് രൂപമുണ്ടല്ലോ. അപ്പോൾ അക്ഷരങ്ങളിലൂടെ, അക്ഷരത്തിനും അതീതമായ രൂപങ്ങളിലൂടെ, പറയൂ, രൂപത്തിനും അതീതമായ ഖുർആനിലെ അക്ഷരങ്ങൾക്കൊക്കെ രൂപമുണ്ട്. ആ രൂപങ്ങളുള്ള അക്ഷരങ്ങൾ വായിച്ച് രൂപത്തിനും അതീതമായൊരു ദൈവത്തെ അവർക്ക് ആരാധിക്കാൻ പറ്റുമെങ്കിൽ, നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞതിൽ എന്താ ഒരു തെറ്റുള്ളത്? കണ്ണുകൊണ്ട് നിങ്ങളൊരു രൂപം കാണൂ, പക്ഷേ അതിലെ തത്വം ഗ്രഹിക്കൂ എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? ക്ലിയറാണോ നിങ്ങൾക്ക്? ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ പരമമായൊരു സത്യം ഗ്രഹിക്കുമ്പോൾ മാത്രമേ മതപരമായിട്ടുള്ള തർക്കങ്ങളും വിദ്വേഷങ്ങളും ഇല്ലാതെയാക്കാൻ സാധിക്കുള്ളൂ. ക്ലിയറാണോ നിങ്ങൾക്ക്? എല്ലാ മതങ്ങൾക്കും ഉണ്ട് വിഗ്രഹങ്ങൾ, പക്ഷെ അതിനപ്പുറത്തുള്ള ഒന്നിനെ ഗ്രഹിക്കാൻ നോക്കൂ. ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലാവണേ. നമുക്ക് സൂക്ഷ്മമായ ചില സത്യങ്ങളെ മനസ്സിലാക്കാൻ ചില പ്രതീകങ്ങൾ. സന്തോഷം നിങ്ങൾ പങ്കിടുന്നു. കുട്ടി പ്രസവിച്ചു, മകൾ പ്രസവിച്ചു, സന്തോഷം. നിങ്ങളെന്ത് ചെയ്യും? ഹോസ്പിറ്റലിലുള്ളവർക്കൊക്കെ കഷായം വാങ്ങിച്ചു കൊടുക്കുമോ? മകള് പ്രസവിച്ചിരിക്കുകയാണ്, കുറച്ച് കഷായം കുടിച്ചോളൂ, ഇത് ചെമ്മൂലാരിഷ്ടം. നിങ്ങളെന്ത് ചെയ്യും? കുറച്ച് ലഡുവോ ചോക്ലേറ്റോ വാങ്ങിച്ചു കൊടുക്കും. ആ ചോക്ലേറ്റിലൂടെ നിങ്ങൾ സന്തോഷം, ആ സന്തോഷത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഉണ്ടോ ഇല്ലയോ? പ്രേമം വന്നു ഒരു ചെറുപ്പക്കാരന് ചെറുപ്പക്കാരിയോട്, എന്തു ചെയ്യും? പ്രേമത്തിൻ്റെ പ്രതീകമായി എന്താ കൊടുക്കുക? റോസാപ്പൂവാ കൊടുക്കുക. അതിൽ മുള്ളും കൂടി വെക്കും, കാരണം പിന്നെ മുള്ളു വരണം ജീവിതത്തിൽ. അപ്പോൾ പൂവ് കൊടുക്കുമ്പോൾ തീരെ അറിയാത്തൊരു പൊട്ട എന്തിനാ എനിക്ക് പൂവ് തന്നിരിക്കുന്നത് ചോദിച്ചിട്ട് എന്താ പറയുക? അപ്പം കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു ഫീലിങ്ങിനെ ഒരു പ്രതീകമായി കൊടുക്കുന്ന പോലെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പരമാത്മാവിനെ ഒരു രൂപത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇത് എവിടെയാണ് ഒരു തെറ്റുള്ളത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് ശാസ്ത്രീയമായി മറ്റുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മതപരമായൊരു കലഹവും ലോകത്തിൽ നമ്മുടെ വിഗ്രഹങ്ങളൊന്നും തല്ലി ഒടിക്കില്ലായിരുന്നു ടിപ്പു സുൽത്താൻ. കാരണം ഇത് ഒടിക്കുകയാണെങ്കിൽ ഖുറാനും എടുത്ത് ഒടിക്കേണ്ടി വരും, അല്ലേ? അത് ഒടിക്കുക, നമ്മുടെ വിഗ്രഹം ഒടിക്കുകയാണെങ്കിൽ കാബയും തല്ലി പൊളിക്കേണ്ടി വരും. കാരണം ഇതും കല്ലാണ്, അതും കല്ലാണ്. ശാസ്ത്രീയമായൊരു ചിന്തനം. ഇത് നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴല്ലേ അവർക്ക് നമ്മുടെ സംസ്കാരത്തോടൊരു, പറയൂ, ആദരവ് വരുന്നത്. അപ്പം നിങ്ങളത് പഠിക്കണം, അതിന് നിങ്ങളിത് കേൾക്കണം. ഇടക്കാലത്ത് നമുക്ക് ഇങ്ങനത്തെ സൗകര്യങ്ങളില്ലാതെ വന്നു. സപ്താഹങ്ങൾ തന്നെ ഇങ്ങനെ ഒരു ജണൽ സപ്താഹം അങ്ങനെയൊക്കെ ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ, എന്താ പറയുക, തടപ്പടിയുടെ ഉള്ളിൽ സപ്താഹം വായിക്കുമ്പോൾ കാല് നീട്ടി 4 മുത്തശ്ശിമാരുണ്ടാവും. ഇങ്ങോട്ടില്ല എന്ന് ഉറപ്പാണ്, അങ്ങോട്ടേറെക്കുറെ ഉറപ്പാണത്. അവർക്ക് മാത്രം കേട്ടാൽ മനസ്സിലാവുന്നൊരു കാര്യം. ഈ രീതിയിലുള്ള സപ്താഹങ്ങളൊക്കെ ആയിരുന്നു പണ്ട്. ഇന്നിപ്പം നമുക്ക് ജനകീയ പറമ്പ്, വലിയ മൈതാനങ്ങളിൽ സപ്താഹമായി കഴിഞ്ഞു.
കാലം മുന്നോട്ട് പോയി. ഇപ്പോഴും ചില ആളുകൾക്ക് അന്ധവിശ്വാസമുണ്ട്, ഈ സപ്താഹം അമ്പലത്തിൻ്റെ ഉള്ളിലേ നടത്താൻ പാടുള്ളൂ. സത്യം പറഞ്ഞാൽ ഭാഗവതവും അമ്പലവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഭാഗവതം പറയുന്നത് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലല്ല. ഭാഗവതം പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത് ഗംഗയുടെ തീരത്ത് വെച്ചിട്ടാണ്, ഇതുപോലെ തുറന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അത് അമ്പലത്തിൽ പറയാനുള്ളതല്ല. അമ്പലമൊക്കെ ഭാഗവതമൊക്കെ വന്നതിന് ശേഷം, എത്രയോ ശേഷം. ഭാഗവതത്തിൽ ഒരു വരി പോലും ഇല്ല ഇത് അമ്പലത്തിൽ പറയേണ്ടതാണ്. എന്നാലും പാലക്കാട്ടുകാർക്ക് സംശയമാണ്. എന്നോട് ഒരു അമ്മ പറഞ്ഞു, സ്വാമി എനിക്കൊരു സപ്താഹം നടത്തണമെന്ന്. കുറേ മുമ്പ് ഞാൻ പറഞ്ഞു, അമ്മ എന്നെ കൊണ്ടുപോകരുത് ദേവി അയച്ചു, എനിക്ക് സമയം അത്ര കുറവുണ്ട്. എന്നാലും എന്നെ ബലപ്രയോഗിച്ച് കൊണ്ടുപോയി ആ എന്നോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മൈതാനത്ത് നമുക്ക് നടത്താം, ഗ്രാൻഡ് സ്കെയിലിൽ നടത്താം, ഞാൻ വരാമെന്ന്. ഹേ പാടില്ല. പിന്നെ ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് ദേവിയെ കേൾപ്പിക്കണമെന്ന്. ഞാൻ പറഞ്ഞത് ദേവിയുടെ അമ്പലം ഒന്ന് കാണിച്ചു തരും. നോക്കുമ്പോൾ ഒരു ഗുഡ്സ് മുറി, ഒരു 10 പേരിരിക്കുന്ന ഒരു മുറി, ഒരു സ്ഥലം. അപ്പം ചോദിച്ചു, ഇതെവിടെയാണ് നടത്തുക? സ്വാമി ഇവിടെ ഇരിക്കും, ഞങ്ങളും ഇവിടെ ഇരിക്കുന്നു. കേൾക്കാൻ ഞങ്ങളൊരു 10-15 പേര് വരുന്നു. ഞാൻ പറഞ്ഞു, ദേവിയെ കേൾപ്പിക്കാൻ മാത്രം ഞാൻ ഉയർന്നിട്ടില്ല. അമ്മ ഒരു കാര്യം ചെയ്യൂ, എന്നെ ഒഴിവാക്കിക്കോളൂ. ഞാൻ അപ്പം മുങ്ങി അവിടെ നിന്ന്. ഞാൻ അത്രത്തോളൊന്നും ഉയർന്നിട്ടില്ല. നിങ്ങളുടെ ദേവിയെ കേൾപ്പിക്കാൻ എനിക്ക് പറ്റില്ല, മനുഷ്യരെ കേൾപ്പിക്കാൻ എനിക്ക് പറ്റും. മനസ്സിലായില്ലേ? ഞാൻ ദേവിയെ കേൾപ്പിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. ദേവി ഓൾറെഡി ഉയർന്ന ആളാണ്. ഓൾറെഡി ഉയർന്നവരെ ഇനി എന്ത് ഭാഗവതം കേൾപ്പിക്കാനാണ്? നിങ്ങളുടെ ദേവി ഉയർന്നിട്ടില്ലെങ്കിൽ ഇനി ജ്യോത്സ്യനെ കൊണ്ട് കേൾപ്പിക്കണം. കാരണം ഞാൻ ആരാധിക്കുന്ന ദേവിയും ഞാൻ ആരാധിക്കുന്ന കൃഷ്ണനും എനിക്ക് ഗുരുക്കന്മാരാണ്. അവരൊക്കെ എത്രയോ. കൃഷ്ണനെ ഭാഗവതം കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനും വലിയ പൊട്ടന്മാർ ലോകത്തിലുണ്ടാവുമോ? കൃഷ്ണനെ ഭാഗവതം കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇനി എന്താ പറയുക? കൃഷ്ണനാണ് ഭാഗവതം പറഞ്ഞു കൊടുക്കേണ്ടത് ഉദ്ധവർക്ക്. ഇനി ആ കൃഷ്ണനെ ഭാഗവതം കേൾപ്പിച്ചു, കൃഷ്ണനെ ഉയർത്തണം. അത്രയും. എന്താ നമ്മുടെ ആളുകളുടെ വിഡ്ഢിത്തം നോക്കൂ നിങ്ങൾ. എന്നാലും നിങ്ങൾ മാറരുതേ. കാരണം നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല. ഇവരൊക്കെ ജീവിച്ചു പോകുന്നത് തന്നെ നിങ്ങളുടെ ഈ വിഡ്ഢിത്തത്തിലാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും മാറരുത്. വീട്ടിലെ വിഗ്രഹത്തിലെ ഓടക്കോൾ അഴിച്ചു വെക്കണം. അമ്പലത്തിലേ വായിക്കാൻ പാടുള്ളൂ. വിലയുള്ളപ്പോൾ അയ്യോ തൊട്ടാ പാപം, തൊടുകയും ചെയ്യരുത്. ഈ രീതിയിലൊക്കെ നിങ്ങൾ ജീവിക്കണം. എത്ര കാലം നിങ്ങൾ അജ്ഞതയിൽ ജീവിക്കണ്ടോ അത്രയും കാലം തേന മുഹ്യന്തി ജന്തവ. ഇരുന്ന് കരഞ്ഞോളൂ, ഇരുന്ന് ദുഃഖിച്ചോളൂ. ഹൂ കേഴ്സ്? നിങ്ങളെ ആർക്ക് നന്നാക്കാൻ പറ്റും? ഒരു കൃഷ്ണനും വന്ന് കേൾക്കില്ല നിങ്ങളുടെ പരിതാപം. ഒരു വിഷമം, ഒരു ദൈവത്തിനും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നതൊക്കെ ഉൾക്കൊള്ളൂ നിങ്ങൾ. അവനവനെ ഉയർത്തു. അപ്പുറത്തെ മീനാക്ഷി പറഞ്ഞതും ഇപ്പുറത്തെ ജാനകി പറഞ്ഞതും അവരത് പ്രമാണം. കൃഷ്ണൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? സർവേഷു കാലേഷു മാം അനുസ്മര. എപ്പോഴും എന്നെ സ്മരിക്കൂ. സമയം നോക്കണ്ട, കാലവും നോക്കണ്ട. കുളിക്കണമെന്ന് പോലും ഇല്ല. ഓ അത്രയും ഉണ്ടോ സ്വാമി? പാലക്കാട് നിന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. വെള്ളവും കുറവാണ് ഇവിടെ. മലമ്പുഴയാണെങ്കിൽ വറ്റിക്കൊണ്ടിരിക്കണു. ഏറെക്കുറെ യാക്കര വെള്ളം നിന്നു, കൽപ്പാത്തി പുഴയിലെ വെള്ളം പോയി. ഇനി ആരോ പറഞ്ഞതുപോലെ മഴക്കാലത്ത് മാന്തി കുളിക്കണം, വേനൽക്കാലത്തല്ല. മഴക്കാലത്ത് കുളിച്ച് മാന്തണം, വേനൽക്കാലത്ത് മാന്തി കുളിക്കണം എന്ന്. ഭാരതപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥ അതാണ്. അതായത് വേനൽക്കാലത്ത് വെള്ളം കുറവായതുകൊണ്ടൊന്ന് മാന്തി നോക്കണം, എന്നാൽ വെള്ളം കിട്ടും. മഴക്കാലത്താണെങ്കിൽ കുളിച്ചു കഴിഞ്ഞാൽ മാന്തണം. വേണ്ടാത്ത വൃത്തിയിട്ട വെള്ളമൊക്കെ വന്നിട്ട് ചൊറിഞ്ഞിട്ട്. രണ്ടായാലും മാന്തൽ വേണം. ഒന്നുകിൽ മണ്ണിൽ അല്ലെങ്കിൽ മേല് മാന്തണം. അപ്പോൾ ഈ വെള്ളം കുറവൊക്കെ ഉള്ളതുകൊണ്ട് കുളിക്കണ്ട. നാറ്റം മറ്റുള്ളവർക്ക് ഉണ്ടാവരുത്. ഭഗവാൻ കൃഷ്ണൻ കുളിക്കാറില്ല. ഭഗവാൻ കൃഷ്ണൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭ്രാമേ മുഹൂർത്തവുത്തായ വാരിപസ്പൃശ്യമാധവ ദദ്യോ പ്രസന്നകരണം ആത്മാനം തമസപ്പര. ഭാഗവതത്തിൽ 10ാം സ്കന്ധത്തിൽ 70ാം അധ്യായത്തിൽ 4ാമത്തെ ശ്ലോകമാണ്. രാവിലെ തന്നെ ഭഗവാൻ എണീറ്റ് കൈയും കാലും ഒക്കെ കഴുകി ദദ്യോ ഇരുന്ന് ധ്യാനിക്കുന്നു. എന്തേ കൃഷ്ണൻ കുളിക്കാത്തത്? നോർത്തല്ലേ, ഡൽഹിയിലൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പം ഇത്തിരി മടിയുണ്ടാവും. ഇന്നത്തെ പോലെ ഗീസറും ഹീറ്ററും ഒന്നും ഇല്ലല്ലോ അന്നത്തെ കാലം. അപ്പം ഭാര്യ വെള്ളം ചൂടാക്കി തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പം രുക്മിണി വെള്ളം ചൂടാക്കാൻ പോയി. അപ്പം സത്യഭാമയ്ക്ക് ദേഷ്യവും. അപ്പം ഭഗവാൻ രാവിലെ തന്നെ വീട്ടിലൊരു കലഹം വേണ്ടാന്ന് വെച്ചിട്ട് തണുത്ത വെള്ളമെങ്കിൽ തണുത്ത വെള്ളം. അതായിരിക്കാം ഒരു പക്ഷേ. അവിടെയുണ്ട് കലഹങ്ങളൊക്കെ, പറയാൻ പറ്റില്ല. ഏതായാലും ജീവിതം ധന്യമാക്കാം. അപ്പം അങ്ങനെയാണ് നമ്മുടെ സനാതന ധർമ്മം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം ഋഷീശ്വരന്മാർ നമുക്കൊരു കാഴ്ചപ്പാട് തരുന്നത് ജീവിതം എന്നത്
മോക്ഷത്തിലൂടെ നയിക്കണം. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്നത് ഒന്ന് കഴിഞ്ഞ് അവസാനം ഒന്ന് എന്നുള്ളതാണ്. അങ്ങനെയല്ല. ധർമ്മമോക്ഷ കാമം എന്നുള്ളത് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഒരുമിച്ച് കൊണ്ടുപോകണം. മനസ്സിലായില്ലേ സ്വാമി? ധർമ്മം എന്നതിന് അർത്ഥം, ധർമ്മം എന്നുള്ളതിന് സത്സംഗം, ധ്യാനം എന്നൊക്കെയാണ്. ധരിക്കുക എന്നാണ് അർത്ഥം. ധർമ്മം എന്നുള്ളതിന് ധരിക്കുക. ധരതി ഇതി ധർമ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളെ നിലനിർത്തുന്നത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് നിങ്ങൾ സത്സംഗങ്ങളിൽ പോകുന്നത്. അപ്പം സത്സംഗം വേണം. നിങ്ങളെ നിലനിർത്തുന്നത്, നിങ്ങളെന്ന് പറയുന്നതൊരു മനസ്സാണെന്നും ആ മനസ്സിനെ നിലനിർത്തുന്നത് ശരീരമല്ലെന്നും അതിനെ നിലനിർത്തുന്നത് പരമാത്മാവാണെന്നും സത്സംഗത്തിലൂടെ ബോധ്യമായാൽ ദിനന്തരം എന്ത് വേണം? ധ്യാനം ചെയ്യുന്നത് ധർമ്മമാണ്. മനസ്സിലായില്ലേ? അതുപോലെ ശരീരത്തെ നിലനിർത്തുന്നു പ്രകൃതി, ശരീരത്തെ നിലനിർത്താൻ സഹായിക്കുന്നു മറ്റുള്ളവർ. അപ്പം അവർക്ക് വേണ്ടതും ചെയ്യുന്നതും ധർമ്മമാണ്. ഇന്ന് നമുക്ക് ധർമ്മം എന്നുള്ളതിന് ഒരു വാക്കേ ഉള്ളൂ. ഭാര്യയെ നോക്കുക, ഭർത്താവിനെ നോക്കുക, മക്കളെ നോക്കുന്നതാണ് ധർമ്മം. ധർമ്മം വിടരുത് എന്നൊക്കെ പലരും അതാ പറയുന്നത്. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ പറയും 2 ധർമ്മങ്ങളുണ്ട്. ഒന്ന് പ്രകൃതിയുടെ ധർമ്മം, 2 മനസ്സിൻ്റെ ധർമ്മം. പ്രകൃതിയുടെ ധർമ്മമാണ് ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും ഒക്കെ നോക്കൽ. എന്നാൽ മനസ്സിൻ്റെ ധർമ്മം, മനസ്സിനെ ആരിൽ അർപ്പിക്കണം? ആ ഒരു ധർമ്മം കൂടി ചെയ്യണ്ടേ? വേണോ വേണ്ടയോ? ഈ 2 ധർമ്മങ്ങളും കൂടി സമന്വയിപ്പിക്കണം. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നതാണ് ധർമ്മം, പരമധർമ്മം. ധർമ്മം എന്നത് പ്രകൃതിയുടെ ധർമ്മം, പരമധർമ്മം എന്നത് മനസ്സിൻ്റെ ധർമ്മം. നോക്കൂ നിങ്ങൾ, ഭാഗവതത്തിൽ 2-ാമത്തെ പ്രഥമ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ പറയും, സവൈപ്പും സാമ്പരോ ധർമ്മോ യതോ ഭക്തിരതൊക്ഷതേ അഹൈദുക്യാ പ്രതിഹത യയാത്മാ സംപ്രസീദതി. ഭാഗവതം തുടങ്ങുന്നതന്നെ നോക്കും നിങ്ങൾ. ധർമ്മപ്രോജിത കൈതവത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുജീവതം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതെത്ര ഗതിഭി ശുശ്രൂഷിപ്പിത്തക്ഷണാൽ. ഭാഗവതത്തിൽ ഉപയോഗിച്ച വാക്കാണ് പരം ധർമ്മം, പരം സത്യം, അല്ലേ? സത്യം പരം ധീമഹി. ഈ ഒരു ധർമ്മം ഇത് സമന്വയിപ്പിക്കണം. പിന്നീട് കാമം. കാമം എന്നുള്ളതിന് ഇവിടെ അർത്ഥം കൂടെ ജീവിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന, അവർക്കൊക്കെ വേണ്ടുന്ന ആഗ്രഹം. ഇവിടെ കാമം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഡിസയർ എന്നുള്ളത് അർത്ഥത്തിലല്ല. കാമം എന്നുള്ളതിന് ജീവിത സുഖത്തിന് വേണ്ടുന്ന ആഗ്രഹങ്ങൾ. ഇപ്പം കുട്ടിക്കൊരു ബലൂൺ വാങ്ങിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കാമം നിറവേറ്റി കൊടുക്കല. അങ്ങനെയുള്ള സുഖങ്ങൾ പങ്കുവെക്കൽ. ഈ സുഖങ്ങൾ പങ്കുവെച്ചുകൊണ്ടും അർത്ഥം, ഈ സുഖങ്ങളൊക്കെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ധനം സമ്പാദിക്കണം. അതും കൂടെ മോക്ഷവും കൊണ്ട് നടക്കണം. ഈ മോക്ഷം എന്നുള്ളത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ശബരിമല അയ്യപ്പൻ കൊടുക്കുന്നൊരു സാധനമാണെന്നാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് മോക്ഷത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത് ശബരിമല സീസണിൽ മാത്രമാണ്, അല്ലേ? കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ അതുവരെ മോക്ഷമില്ല. അത് അയ്യപ്പസ്വാമി എടുത്തു വെച്ചിരിക്കണമെന്നാണ് വിചാരം. പലരും മോക്ഷം എന്ന് കരുതിയിരിക്കുന്നത് മരിച്ചു പോവലാണ്. അതുകൊണ്ട് പറയാണ് മീനാക്ഷി അമ്മയ്ക്ക് മോക്ഷം കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിച്ചു പോവലാണ് മോക്ഷം എന്നല്ലേ പലരും കരുതിയിരിക്കുന്നത്? ആണോ? സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. സ്വാമി അയ്യപ്പൻ മോക്ഷം തരാൻ നിശ്ചയിച്ചാൽ, ഞാൻ സത്യം ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേര് ആത്മാർത്ഥതയോടുകൂടി സത്യം പറയണേ? പാലക്കാട്ടുകാർ നുണ പറയില്ലല്ലോ. നെഞ്ചത്ത് കൈവച്ച് പറയില്ല എന്ന് പറയില്ലല്ലോ. ഓക്കെ, അയ്യപ്പസ്വാമി മോക്ഷം കൊടുക്കണം. പാലക്കാട് നിന്ന് ഒരാൾ ശബരിമലയ്ക്ക് പോകണം, പ്രഭാകരൻ എന്ന് വിചാരിക്കും. ഇവിടെ ആരും ഉണ്ടാവാണ്ടിരിക്കട്ടെ. അവിടെ ചെല്ലുന്നു, സ്വാമിയെ കണ്ടു. അയ്യപ്പസ്വാമി പ്രത്യക്ഷനായി ചോദിക്കുന്നു, പ്രഭാകരൻ എവിടുന്നാണ് വരുന്നത്? സ്വാമി, ഞാൻ പാലക്കാട് നിന്ന് വരികയാണ്. എത്ര കാലമായി പ്രഭാകരൻ വരാൻ തുടങ്ങിയിട്ട്? 48 കൊല്ലമായി സ്വാമി. പ്രഭാകരൻ, ഞാൻ നിനക്ക് മോക്ഷം തരാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രഭാകരൻ ആദ്യം തന്നെ എന്താ പറയാന്നറിയോ? 1 മിനിറ്റ് സ്വാമി.
മൊബൈലെടുക്കും, ഭാര്യയ്ക്ക് വിളിക്കും, എടീ സ്വാമി എനിക്ക് മോക്ഷം തരാന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങളെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ എത്ര പേര് പറയും നാ വാങ്ങിച്ചോളൂ എന്ന് പറയുന്നവർ കൈവെക്കൂ? ഭർത്താവിനോട് മോക്ഷം വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന ഭാര്യമാരൊന്ന് കൈവെക്കൂ. പാലക്കാട് എത്ര സ്നേഹമുള്ളവരുണ്ടെന്ന്. ആകെ രണ്ട് കൈകളെ പൊങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരപ്പം എന്താ പറയാന്നറിയോ? വൃത്തികെട്ട മനുഷ്യൻ, ഇറങ്ങിപ്പോരും ഇങ്ങോട്ട് വേഗന്ന്, മോക്ഷത്തിന് പോയിരിക്കുന്നു. ഭാര്യയും 2 മക്കളെയും വെച്ചിട്ടാ മോക്ഷം മേടിക്കാൻ പോണത്. ആ ഭർത്താവിന് അവിടുന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. അയാൾ പിന്നെ അയ്യപ്പൻ്റെ മുന്നിൽ പോവില്ല. ഒരു മുങ്ങൽ മുങ്ങി അപ്പുറത്ത് കൂടെ. അതുകൊണ്ടാണ് ശബരിമലയിൽ 18-ാം പടി അപ്പുറത്ത് വേറെ പടിയും വെച്ചിരിക്കുന്നത്, ഇത്തരത്തിൽ മുങ്ങാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് മോക്ഷം വേണ്ടി വരില്ല. ഇനി നിങ്ങൾ മോക്ഷം വാങ്ങിച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ അയാൾ അത്ര ബോറടിക്കുന്ന ആളുമായിരിക്കും. എങ്ങനെങ്കിലും പോകും മനുഷ്യ ഇവിടെ നിന്ന്, സമാധാനമായിട്ട് ബാക്കിയുള്ളവർ ജീവിച്ചോട്ടെ. പറഞ്ഞു വരുന്നത്, നമ്മൾ വിചാരം മോക്ഷം എന്നുള്ളത്, ഞാൻ സത്യമല്ലേ പറയണത്? ആണോ അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇരുന്ന് ചിന്തിക്കുക, പറയുന്നത് സത്യമല്ലേ? അപ്പോൾ മോക്ഷം എന്നുള്ളത് നമ്മൾ കരുതിയിരിക്കുന്ന, മോക്ഷം കിട്ടിയാൽ അതോടുകൂടി ആള് പോയി എന്നുള്ളതാണ്. മോക്ഷം എന്നുള്ളതിന് അർത്ഥം 2 തലത്തിലാണ് ഭാരതീയരുടെ മോക്ഷ സിദ്ധാന്തം. ഇത് സങ്കല്പമല്ല, സിദ്ധാന്തം. ഇതിനെ പറയും ജീവൻ മുക്താവസ്ഥ, ബ്രഹ്മനിർവാണാവസ്ഥ. അങ്ങനെ 2 അവസ്ഥ നമുക്ക് കൈവരിക്കാൻ പറ്റും. എന്തൊക്കെയാണ്? ജീവൻ മുക്താവസ്ഥ, ബ്രഹ്മനിർവാണ അവസ്ഥ. ജീവൻ മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, എപ്പോഴൊക്കെ നിങ്ങൾ അസ്വസ്ഥതകളിൽ, മാനസിക വിഷമങ്ങളിൽ പെട്ട് അസ്വസ്ഥമാവുന്നുണ്ടോ, ആ അസ്വസ്ഥ ചിന്തകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ, മാറ്റിയെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് ജീവൻ മുക്താവസ്ഥ. ഇതിനെ കൃഷ്ണൻ വിളിക്കുന്ന മറ്റൊരു പേരാണ് സമബുദ്ധി എന്നുള്ളൊരവസ്ഥ, സമബുദ്ധിയുള്ളൊരവസ്ഥ. ഈ അവസ്ഥ കൈവരിച്ചവർക്ക് മാത്രമേ ബ്രഹ്മനിർവാണം കൈവരിക്കൂ. ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ മനസ്സ് പരിപൂർണമായി പരമാത്മാവിൽ അലിഞ്ഞു ചേരുന്ന അവസ്ഥയുടെ പേരാണ് ബ്രഹ്മനിർവാണം. ഭഗവാൻ ഉറപ്പ് പറയുന്നുണ്ട്. 12-ാം അധ്യായം ഭഗവത്ഗീതയിൽ, ഈ ശ്ലോകം നിങ്ങൾ പഠിച്ചു വെക്കണേ. 12-ാം അധ്യായം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രഥാം. ആരാണോ സംയമനം, നിരന്തരം മനസ്സിനെ സംയമനം ചെയ്യുന്നത്. സംയമനം മീൻസ് വിഡ്രോ ദ മൈൻഡ്. നിങ്ങൾക്ക് മനസ്സിനെ വേണ്ടാത്ത ചിന്തകൾ വരുമ്പോൾ അതിൽ നിന്നും മനസ്സിനെ ഡിറ്റാച്ച് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, മനസ്സിനെ ഡിസ്കണക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, മനസ്സിനെ വേർതിരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഉള്ള മനസ്സിൻ്റെ പേരാണ് ജീവൻ മുക്താവസ്ഥ. ഭഗവാൻ പറയുന്നു, സർവത്ര സമബുദ്ധയാണ്. തേ പ്രാപ്നുവന്തി മാം ഏവ. അവർക്ക് മാത്രമേ പരമാത്മാവിലേക്ക്, പ്രാപ്നുവന്തി പറഞ്ഞാൽ പ്രാപിക്കുക, പരമാത്മാവിനെ പരിപൂർണമായി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്കൊക്കെ ഭഗവാനിലേക്ക് ലയിച്ചു ചേരണമെന്നുണ്ടോ? ഇപ്പോഴല്ല, അവസാനെങ്കിലും. ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥാനൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്തകാലേബി ബ്രഹ്മനിർവാണമൃച്ഛതി. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ ഏറ്റവും അവസാനത്തെ ശ്ലോകം. ബ്രാഹ്മീ സ്ഥിതി കൈവരിക്കൂ പാർത്ഥ, ബ്രഹ്മനിർവാണമൃച്ഛ. ഈ മനസ്സ് പരമാത്മാവിൽ ലയിച്ചു ചേരും. എപ്പോ? അന്ധകാലേ, ഇപ്പോഴല്ല, പരമാത്മാവിലേക്ക് ലയിച്ചു ചേരും. അപ്പോൾ നമുക്ക് പരമാത്മാവിലേക്ക് ലയിച്ചു ചേരണമെങ്കിൽ നാം ഏത് പരിശീലിച്ചെടുക്കണം? ധ്യാനത്തിലൂടെ ഏത് പരിശീലിക്കണം? ജീവൻ മുക്താവസ്ഥ. മോക്ഷത്തിൻ്റെ ആദ്യത്തെ പടിയാണ് ജീവൻ മുക്താവസ്ഥ. ഇത് നമ്മൾ പരിശീലിച്ചെടുക്കണം. അപ്പം സ്വന്തം മനസ്സിനെ തളരാനും തകരാനും നമ്മൾ അനുവദിക്കരുത്. അപ്പം നമ്മുടെ ശ്രദ്ധ മുഴുവൻ എവിടെയായിരിക്കണം? അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ
അനുഭവങ്ങളിലാവരുത്, അനുഭവത്തിലൂടെ കടന്നു പോകുന്ന. ശ്രദ്ധിക്കൂ, നിങ്ങൾ സിനിമ കാണുന്നു അല്ലെങ്കിൽ സീരിയൽ കാണും. നിങ്ങൾക്ക് സീരിയൽ നിമഗ്നരായി സീരിയൽ രാമന്മാരായിട്ടിരിക്കാം. പണ്ട് ശാപ്പാട്ട് രാമന്മാരെ ഉണ്ടായിരുന്നല്ലോ, അപ്പം സീരിയൽ രാമന്മാർ വന്നു. നിങ്ങൾക്ക് സീരിയലിലേക്കാം. അതേസമയം നിങ്ങൾ സീരിയൽ കാണുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾക്ക് മനസ്സിൽ വെക്കാൻ പറ്റിയാൽ, ഈ പറയുന്നതുണ്ടല്ലോ, പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും. നിങ്ങൾ സീരിയൽ കാണണം, കരയുന്നൊരു രംഗം വരുമ്പോഴും ആ സമയത്ത് വീട്ടിൽ വല്ല ഗസ്റ്റുകളും ഉണ്ടെങ്കിൽ കരച്ചിൽ വന്നാലും നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ കരയോ അവരുടെ മുന്നിൽ വെച്ചിട്ട്? ഒരു വശത്ത് നിങ്ങളിങ്ങനെ എന്നൊക്കെ പറയും, പക്ഷെ മറുവശത്ത് നിങ്ങൾക്കറിയാം ഇത് കരഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. ഈ കഥ കണ്ട് കരയണോ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരെന്നെ വളരെ മോശമായിട്ട് കാണും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കരയരുത്. നിങ്ങൾ പറയും ഞാൻ എപ്പോൾ വരട്ടോ എന്ന്, കണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ പോയി ഒന്ന് തുടച്ച് വൃത്തിയിട്ട് എങ്ങനെയെങ്കിലും നിങ്ങളത് മാനേജ് ചെയ്യും. ആണോ അല്ലയോ? അപ്പം നമുക്കറിയാം, ഒരു വശത്ത് നമ്മളത് കാണുമ്പോഴും വേറൊരു വശത്ത് നാം അതിലേക്ക് അങ്ങോട്ട് തളർന്നു പോകരുതെന്നൊരു ബോധവും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇത് വെറും ഒരു ഷോ മാത്രമാണ്. ആണോ അല്ലയോ? പലപ്പോഴും ഉണ്ടാവാറുണ്ടോ? പല സന്ദർഭങ്ങളിൽ നിങ്ങൾക്കുണ്ടാവാറില്ലേ? പലരുടെയും മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചൊന്ന് കാല് തെറ്റി വീണ് നോക്കൂ നിങ്ങൾ. ഒന്നും പറ്റിയിട്ടില്ല, വേദന മുഴുവൻ ഉണ്ടാവും ആ ഭാഗത്ത്. ഒന്നും പറ്റില്ല, ആരും എന്നെ തൊടുന്നും വേണ്ട. പിന്നെ വീട്ടിൽ ചെന്നിട്ടല്ലേ അണ്ടതയിലും പിണ്ടതയിലും എല്ലായിടത്തും തുടങ്ങിയ പണി. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ അനുഭവത്തിൽ നിന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഞാൻ തമാശയില പറയുന്നത്. ഉണ്ടോ? നമ്മൾ ചില സിറ്റുവേഷനിൽ അങ്ങനെ കൊണ്ടുവരാറുണ്ട്. ആളുകളുടെ മുന്നിൽ വെച്ച് വഷളാവരുതെന്ന് വെച്ചിട്ട്. ഉണ്ടോ? ഭാര്യയും ഭർത്താവും തന്നെ ഇടയ്ക്ക് തന്നെ രണ്ടുപേരും രാവിലെ തന്നെ തുടങ്ങി ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നും പറഞ്ഞ് തുടങ്ങി. ഒരു യാത്ര പുറപ്പെടുന്ന സമയത്ത് നിങ്ങളൊരു വീട്ടിലെത്തുന്നു, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു ഫ്രണ്ടിനെ കാണണോ, എന്തൊക്കെയാണ് വിശേഷം? ഒന്നുമില്ല, എങ്ങനെ പോണോ, എവിടെ ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ളത് വല്ലവർക്കും ഉണ്ടോ അറിയുന്നത്? കണ്ടു കഴിഞ്ഞാൽ എന്താ സ്നേഹം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ മറക്കില്ല, പാലക്കാടേ അല്ലേ, അത് ആദ്യമേ പറയാം, മുൻകൂർ ജാമ്യം. അവിടെ രാവിലെ തന്നെ ഭർത്താവ് ചോദിക്കുന്നുണ്ട്, എൻ്റെ തങ്കം രാവിലെ തന്നെ എന്താ നീ ചട്നിയാണോ അരയ്ക്കണത് സാമ്പാറാണോ എന്ന്. ഇപ്പം രാവിലെ തന്നെ ഭാര്യ രാവിലെ തുടങ്ങി നിങ്ങളുടെ തല അരയ്ക്കാൻ പോകണമെന്ന്. എന്ത് പറ്റി നിനക്ക്? നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ, ഗുളിക കഴിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ മുകളിലുണ്ട്. പറഞ്ഞു, നിങ്ങളോട് ഞാൻ മിനിയാന്ന് പറഞ്ഞതാണ് തേങ്ങ കൊണ്ടുവരാൻ, നാളികേരം കൊണ്ടുവരാൻ. എന്നിട്ട് വൃത്തികെട്ട മനുഷ്യൻ നാളികേരം കൊണ്ടുവരുന്നു. എന്തോ അരയ്ക്കാൻ പോണത്, ഞാൻ എന്തിടത്തിട്ട് അരയ്ക്കുന്നു? പറഞ്ഞു, എൻ്റെ ഭാനു കഴിഞ്ഞ 4 ദിവസം മുമ്പല്ലേ ഞാൻ നാളികേരം കൊണ്ടുവന്നത്. എന്നാൽ കൊണ്ടുവന്ന നാളികേരമൊക്കെ നിങ്ങളുടെ തല പോലെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്, ഒക്കെ കേടുവന്നിരിക്കണമെന്ന്. അപ്പോഴേക്കും ഞാൻ ഈ ശബ്ദമൊക്കെ കേട്ടിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ വാതിലൊരു മുട്ട് വരുന്നു. നോക്കുന്ന സമയത്തുണ്ട് അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്. ഓ ഹേ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി. അപ്പോഴേക്കും അവർ തിരുപ്പതിയിൽ നിന്ന് ലഡു കൊണ്ടുവന്നിരിക്കുക. ആ ലഡു ഒക്കെ കൊണ്ടുവന്നപ്പോഴേക്കും ഇവർ രണ്ടുപേരുടെ മുഖം ഞാൻ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. ആ സന്തോഷത്തിലൊരു ചിരി. ഹായ്. അപ്പം ചോദിച്ചു, എന്തൊക്കെയാണ് ശരി? ഓ നന്നായി പോണു, വിശേഷങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല. രണ്ടുപേരും ഇതുപോലെ സ്നേഹമുള്ളൊരു കുടുംബം ജീവിതത്തിൽ കാണില്ല. എവിടെ യുദ്ധം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ലഡു ഒക്കെ കൊടുത്ത് അവരങ്ങോട്ട് പോയതും വാതിലോട്ട് പോയി കൊണ്ടുപോകും. മനുഷ്യൻ വായൻ പിടിച്ച് നോക്കി നിൽക്കണം. ആണം കെട്ടൊരു മനുഷ്യൻ എന്നും പറഞ്ഞിട്ട് കൊടുത്തു. അയാൾ ഉടനെ സ്കൂട്ടർ കൊടുത്തിട്ട് പുറത്തിറങ്ങി അവിടുന്ന്. ഇതാണ് നമ്മുടെ ജീവിതം. അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ വേണമെങ്കിൽ ഷോ കാണിക്കാൻ നമുക്കെല്ലാവർക്കും കഴിവുണ്ട്. അപ്പോൾ അനുഭവങ്ങൾക്ക് അടിമപ്പെട്ടവരാണോ നാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമുള്ളൊരു കഴിവ്. പക്ഷേ ഭൂരിപക്ഷം ആളുകൾക്കത് കിട്ടുന്നില്ല. കാരണം ധ്യാന സംസ്കാരം ഉള്ളവർക്ക് മാത്രമേ മനസ്സിനെ നിരീക്ഷിക്കുന്ന സംസ്കാരം വരികയുള്ളൂ. എഴുതി വെക്കണേ. എന്താണ്? ധ്യാന സംസ്കാരം ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിനെ, സ്വന്തം മനസ്സിനെ നിരീക്ഷിക്കുന്ന സംസ്കാരം കിട്ടുകയുള്ളൂ. ഡെയിലി നിങ്ങൾ ധ്യാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ദിവസവും ഒരു 10 മിനിറ്റ് നിങ്ങളെല്ലാവരും ചെയ്യൂ. 10 മിനിറ്റ്. ഒരു പ്രാർത്ഥനയും നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വേണ്ടില്ല. ഞാൻ പറയില്ലേ, ഗീതയുടെ ഒരു CD വാങ്ങിക്കുക, അല്ലെങ്കിൽ പൂന്താനത്തിൻ്റെ കൃതികൾ. ഗീതയാണെങ്കിൽ നല്ലതാണ്, അത്ര പോസിറ്റീവ് എനർജിയാണ്. പൂന്താനത്തിൻ്റെ വരികൾ, അതുപോലെ ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദം,
ഈ ചുട്ടു മുട്ടു കുട്ടു എന്നുള്ള പാട്ട് വയ്ക്കരുത് രാവിലെ. നല്ല ഏതെങ്കിലും പോസിറ്റീവ് നല്ല വരികൾ വയ്ക്കുക. അത് വെച്ച് ഒരു ഭാഗത്ത് നിവർന്നിരിക്കുക 10 മിനിറ്റ്. ഒന്ന് ജസ്റ്റ് കേൾക്കുക. നിങ്ങൾ ഈ ഒരു പരിശീലനം നിങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാം, ഗ്യാരണ്ടി കാർഡ് തരാം. നിങ്ങൾ മാനസികമായി വളരെ ഉയരും. നിങ്ങൾക്ക് ഒരുവിധം പ്രശ്നങ്ങളൊന്നും അലട്ടില്ല. ഇത് വേണ്ടതാണോ? നിങ്ങൾക്ക് വേണോ വേണ്ടയോ? അത് പരിശീലിക്കൂ നിങ്ങൾ. അല്ലാതെ നിങ്ങൾ കൃഷ്ണ ഗുരുവായൂരപ്പ നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൃഷ്ണനെ നോക്കാനില്ല. നീ ഉണ്ടെങ്കിൽ തന്നെ കൃഷ്ണനോട്ട് നോക്കാൻ പറ്റില്ല. കാരണം ഒരു മനസ്സിനെ മാറ്റാൻ വേറൊരു മനസ്സിന് സാധ്യമല്ല. ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൃഷ്ണൻ്റെ കുട്ടികളെ മാറ്റാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. കുലം തമ്മിൽ തല്ലി തകർന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ആണോ? രാമൻ ജീവിച്ചിരുന്ന കാലത്ത് പ്രജകളെ മാറ്റാൻ സാധിച്ചിട്ടില്ല. പ്രജകളെ മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ സീതയെക്കുറിച്ചൊരു അപവാദം പറയില്ലല്ലോ പ്രജകൾ. ഒരാൾക്ക് വേറൊരാളുടെ മനസ്സിനെ അവതാര പുരുഷന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല. പിന്നെയുണ്ടോ മറ്റുള്ളവർക്ക്? നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കൃഷ്ണൻ്റെ വാക്കുകൾ മറക്കരുത്. ഉദ്ധരേത് ആത്മനാത്മാനം. അവരവരെ മാറ്റാൻ അവരവർക്കേ പറ്റുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ മാറ്റണം എന്നുള്ള വഴികൾ പറഞ്ഞു തരാനാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ. മനസ്സിലായില്ലേ? ഗ്രന്ഥങ്ങൾ കേട്ടത് കൊണ്ട് കാര്യമില്ല. ഗ്രന്ഥങ്ങളൊക്കെ ഒരു ഗൈഡാണ്, ഒരു ഗൈഡ് ലൈൻസ് തരുന്നു. അത് പ്രകാരം നിങ്ങൾ മാറ്റണം. അപ്പം അങ്ങനെ ജീവൻ മുക്താവസ്ഥ കൈവരിച്ചാൽ ഏത് കൈവരിക്കാം? ബ്രഹ്മനിർവാണം കൈവരിക്കാം. ഇതാണ് ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ അവർ പരിപൂർണമായി ആരിലേക്ക് ലയിക്കും? ഭഗവാനിലേക്ക്. ആ മനസ്സ് ഭഗവാൻ പറയും, മാമുപിത്യതു കൗന്തേയ പുനർജന്മന വിദ്യത്തെ. അവർക്കിനി പഴയതുപോലെ വരേണ്ട ആവശ്യമില്ല. വളരെ ഉന്നതമായ മനസ്സ്, ഉന്നതമായൊരു അവസ്ഥ അവർ കൈവരിച്ചിരിക്കുന്ന. ഇപ്രകാരം ഈ ഭാഗമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ 8ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോഴാണ് ഗജേന്ദ്രമോക്ഷം. ഭാഗവതത്തിലെ ഒരു രസകരമായ കഥയാണ്. പണ്ട് മലമ്പുഴയിലൊരു ഗജേന്ദ്രനുണ്ടായിരുന്നു, ആന. അദ്ദേഹത്തിന് കുറേ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോൾ ഡാമിലൊന്നും വേണ്ടത്ര വെള്ളമില്ലാതെ വന്നപ്പോൾ ആന മറ്റുള്ള ആനകളോട് പറഞ്ഞു, നമുക്ക് അവിടുന്ന് പുറപ്പെടാം, നമുക്ക് മണപ്പുള്ളിക്കാവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന്. എല്ലാവരും അവിടുന്ന് പുറപ്പെട്ടു. അന്ന് ഇവിടെ ഒരു തടാകം ഉണ്ടായിരുന്നു അത്രേ. എല്ലാവരും കൂടെ ഇങ്ങോട്ട് നടന്ന് 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 വന്ന് 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 അവിടെ നോക്കുമ്പോണ്ട് ഒരു തടാകം, ധാരാളം താമരപ്പൂക്കൾ, അതിൽ നിന്ന് പക്ഷികളൊക്കെ പറക്കുന്നത് കണ്ടു. കുറേ ദിവസമായി വെള്ളം കുടിച്ചിട്ട്, ഇപ്പം നിങ്ങൾക്കൊക്കെ ഇവിടെ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇഷ്ടംമാതിരി ഓരോ മൂലയിലും. ആ പാവം ആനയ്ക്കാണെങ്കിൽ ഇതൊന്നുമില്ല. ഇപ്പോൾ പറയുകയാണ്, ഈ പുലികളൊക്കെ ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ കാട്ടിലൊക്കെയുള്ള ചെറിയ ചെറിയ തടാകങ്ങളൊക്കെ വറ്റി പാവം 3-4 ദിവസം വെള്ളം കുടിച്ചിട്ടേ ആ ഒരു ദാഹത്തിൻ്റെ തീവ്രതയിലാണത്രേ പാവങ്ങൾ പുലി ഇറങ്ങണതെന്ന്. വാസ്തവത്തിൽ പുലിയൊന്നും ആരെയും കൊല്ലാൻ വരുന്നതല്ല, അതിന് കുറച്ച് വെള്ളം. നമുക്ക് എന്തുകൊണ്ട് ഈ ഫോറസ്റ്റുകാർക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടാ? കുറേ തടാകങ്ങളൊക്കെ അവിടെ കെട്ടിവെച്ചാൽ അവരിങ്ങോട്ട് വരില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ നായ വളർത്തി ഒരു 4 ദിവസം അതിന് വെള്ളം കൊടുക്കാതിരുന്ന് നോക്കൂ, അത് കടന്ന് പരാക്രമം കാണിക്കില്ലേ? ഇതേപോലെ ഈ മൃഗങ്ങൾക്കും ഉണ്ടാവില്ല ദാഹമൊക്കെ. എന്നിട്ട് അത് താഴോട്ട് ഇറങ്ങി വന്നിട്ട് മനുഷ്യനെ കൊല്ലാനാണെന്ന് പറഞ്ഞിട്ട് പാവങ്ങളെ ഉപദ്രവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ കാഴ്ചപ്പാട് നോക്കൂ. നിങ്ങൾ മനസ്സിലാവട്ടെ, നിങ്ങൾക്ക് ഞാൻ പറയണത് ശരിയല്ലേ? കാട്ടിൽ തീരെ വെള്ളമില്ലെങ്കിൽ ഇവറ്റകൾ എവിടെ പോകും? ഇവർക്ക് എവിടെ പോകാൻ പറ്റും? അപ്പോൾ അവർ വെള്ളമുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് ഒരു ആടിനെയൊക്കെ കാണുക. ആടിനെയൊക്കെ കെട്ടിയിട്ടത് കണ്ടാൽ പുലിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അവർക്ക് ഈ പെപ്സി ബോട്ടിൽ മേടിക്കുന്നത് പോലെയാണ് ആനയെ, എന്താ പറയുക, ആടിനെയൊക്കെ. കാരണം കെട്ടിയിട്ടുണ്ട്, മെനക്കെടേണ്ടതില്ല. അപ്പോൾ അതിനെ ചാടി പിടിക്കും. അത് പിന്നെ പത്രത്തിൽ വലിയ റിപ്പോർട്ടായി. എനിക്ക് തോന്നുന്നു ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കാട്ടിൽ ചെറിയ ചെറിയ ടാങ്കുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളവും അടിച്ച് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങൾ അത് കുടിച്ചോളും, അവരുടെ പാട്ടിൽ പോയിക്കോളും. നോക്കൂ, നിങ്ങൾ നല്ലതൊന്നും ചിന്തിക്കരുത്, വേണ്ടാത്തതൊക്കെ ചിന്തിക്കണം. നമ്മുടെ ആ ചിന്തകൾ തന്നെ ശരിയല്ല. അങ്ങോട്ട് അവരിങ്ങോട്ട് ഇറങ്ങരുത് അത്രേ. അവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പാവം മൃഗങ്ങൾ, ഈവൻ പാമ്പുകൾക്ക് പോലും ദാഹമുണ്ട്. പാമ്പുകൾക്ക് പോലും ദാഹമുണ്ട്. അപ്പം അവർ പോലും വെള്ളം കുടിക്കാൻ എവിടെയെങ്കിലുമൊക്കെ പോകും അത്രേ. മനസ്സിലായില്ലേ? ജീവജാലങ്ങൾക്ക് മുഴുവൻ നിങ്ങൾക്ക് 4 ദിവസം വെള്ളം തരാതെ നിങ്ങളൊന്ന് ഇറങ്ങരുത് പറഞ്ഞാൽ എന്തായിരിക്കും? വെടിവെക്കും അത്രേ നിങ്ങൾ, വന്യമൃഗമെന്ന് പറഞ്ഞിട്ട്. സാധിക്കുമോ?
അപ്പം നമ്മൾ ആ രീതിയിലൊക്കെ ലോകാസമസ്ത അങ്ങനെ ചിന്തിച്ചവരാണ് ഭാരതീയ ഋഷീശ്വരന്മാർ. പക്ഷേ എവിടെ നമ്മൾ ആ കാഴ്ചപ്പാട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ ആന തടാകത്തിലേക്ക് എത്തുന്നു. എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി ധാരാളം വെള്ളം കുടിച്ച് മത്തി മറന്നപ്പോഴേക്കും ഗജേന്ദ്രൻ പറഞ്ഞു, കയറിക്കോളൂ കയറിക്കോളൂ. ഓരോരുത്തരായിട്ട് കയറാൻ തുടങ്ങി. ഗജേന്ദ്രൻ ലാസ്റ്റ് കയറാന്ന് കരുതി. കാരണം അച്ഛനാണല്ലോ ലാസ്റ്റ് കാശൊക്കെ കൊടുക്കുക കടയിൽ. ഭാര്യയും മക്കളൊക്കെ ഓട്ടോയിൽ കയറി. അച്ഛൻ കാശൊക്കെ കൊടുത്ത് കയറാൻ നേരത്ത്, അച്ഛൻ തടാകത്തിൽ നിന്ന് കയറാൻ നേരത്ത് കാല് പൊങ്ങുന്നില്ല. നോക്കി, കേരളമാണ്, സൂക്ഷിക്കണം. നന്നാവാൻ വിചാരിച്ചാൽ പോലും പെട്ടെന്ന് നന്നാവാൻ അനുവദിക്കാത്ത ആളുകളുടെ എല്ലാവരും ഇല്ലേ. പാവം നോക്കൂ നിങ്ങൾ, കൊച്ചിയിലൊരു മെട്രോ വരാൻ വേണ്ടിയിട്ട് കാണുന്നില്ലേ നിങ്ങൾ? പാവം നല്ലൊരു മനുഷ്യനാണ് ആ ശ്രീധർജി. അദ്ദേഹത്തിന് ഇന്ന് കൊണ്ടുവരാൻ നോക്കുമ്പോൾ എത്ര പേരാ കാല് വലിക്കാൻ. നന്നാവരുത് കേരളം. അതുകൊണ്ടാണത്രേ പത്മനാഭൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഇനിയും വലിക്കേണ്ടടാ കാല് എന്ന് പറഞ്ഞിട്ട് കിടന്നു കൊടുത്തത്. ഗുരുവായൂരപ്പൻ പിന്നെ കുട്ടിയെ ഇതുകൊണ്ട് വലിക്കാൻ പറ്റണില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ കയറാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ഭാര്യയും മക്കളൊക്കെ കുറേ ദൂരെ എത്തി. അവരിങ്ങനെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് കുട്ടികൾ പറഞ്ഞത്, അമ്മേ അച്ഛയെ കാണുന്നില്ല എന്ന്. അപ്പോൾ എല്ലാവരും അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു പോവുകയാണ് തടാകത്തിലേക്ക്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ അച്ഛൻ വെള്ളത്തിലിങ്ങനെ മുങ്ങി കാലും പൊക്കാൻ പറ്റാതെ ആകെ ഒരു പരിതാപാവസ്ഥയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും നോക്കുന്ന സമയത്ത് എന്താ പാവം, ഒരു മുതല പിടിച്ചിരിക്കുന്നു, കാലിൽ രക്തം കാലിൽ നിന്ന് പോകുന്നു. ഭാര്യയും മക്കളൊക്കെ ഒന്ന് സഹായിച്ചു, തുമ്പിക്കൈ കൊണ്ടൊക്കെ പിടിച്ച് കരയിൽ കയറ്റാൻ ശ്രമിക്കും തോറും ഭാര്യയും മക്കളും വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു, മക്കളോട് വിട്ടോളൂ അച്ഛനേന്ന്. കാരണം ഇനി പിടിച്ചാൽ അച്ഛൻ മാത്രമല്ല പോവുക. പറഞ്ഞു, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത ജന്മം കൽപ്പാത്തിയിൽ വെച്ച് കാണാമെന്ന് പോയി. പാവം ഒറ്റയ്ക്ക് അവിടെ പെട്ടു. ആ വെള്ളത്തിൽ തടാകത്തിൽപ്പെട്ട് ഭാര്യയും മക്കളൊക്കെ കൈവിടും. നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ ഒരു കഥയാണ് എന്നുള്ളത്. ഇതൊന്നും ഒരു കഥയല്ലേ. എപ്പോ നിങ്ങൾ ഒരു നോയിസൻസായി തീരുന്നുവോ, എപ്പോ നിങ്ങൾക്കൊരു മാനസിക വിഷമം വരുന്നു, അപ്പോൾ നിങ്ങളെ മറ്റുള്ളവരൊക്കെ കൈവിടും. അന്നേ നിങ്ങളത് മനസ്സിലാക്കുള്ളൂ. ഇതാണ് രത്നാകരൻ്റെ ഭാര്യ പറഞ്ഞത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കുക വാക്ക്, ഇതൊന്നും ആവശ്യമില്ലാതെ അർത്ഥമറിയാതെ ഉപയോഗിക്കരുത്. അതായത് ഒരു ദുഃഖത്തിലൂടെ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് പങ്കുവെക്കാൻ വേറൊരാൾക്ക് സാധ്യമല്ല. അവിടെ നമ്മൾ ഒരു സെൻസ് ഓഫ് സെപ്പറേഷൻ, ഒരു സെൻസ് ഓഫ് ലോൺലിനെസ് ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്ത് വേണം? ഈ ഒരു ബോധം, ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ല, ഈ ഒരു ചിന്തനം വരുമ്പോഴാണ് പലരും തളർന്നു പോവുക. ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇവിടെയാണ് ഗജേന്ദ്രൻ്റെ വിജയവും. ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ ഭഗവാൻ എന്നെ സഹായിക്കില്ലേ, ഭഗവാനില്ലേ കൂടെ എന്ന രീതിയിൽ മനസ്സൊരു യൂ ടേൺ, മനസ്സൊരു മലക്കം മറിയാ പറയില്ലേ. അതായത് ആരുമില്ല എന്ന ചിന്തയിൽ നിന്നും ആരുണ്ട്, ഭഗവാനുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ. ഈ ഒരു നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ, പലരുടെ വീട്ടിലും ഇൻവേർട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പവർ ഇൻവേർട്ടറിലേക്ക് ടേൺ ചെയ്യുന്ന പോലെ കണ്ടിട്ടില്ലേ? ജനറേറ്ററൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കറണ്ട് പോയി കഴിഞ്ഞാൽ ജനറേറ്ററിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന പോലെ ഒരിടത്ത് ആരുമില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അത് തന്നെ ആവർത്തിച്ച് ചിന്തിച്ച് മാനസികമായി തളരാനല്ല ശ്രമിച്ചത്. ആരുമില്ലെങ്കിൽ പറയൂ ഭഗവാനുണ്ടല്ലോ എന്നുള്ളൊരു പോസിറ്റീവ് ചിന്തയിലേക്ക് തിരിഞ്ഞതും ഉള്ളിൽ നിന്ന് അതാ വരുന്നു ഭഗവത് സ്തുതി. ആ സ്തുതിയാണ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ ഗജേന്ദ്രസ്തുതി. മൂന്നാമത്തെ തേത്തിൽ ഗജേന്ദ്രൻ പറയും, ഓം നമോ ഭഗവതേ പുരുഷായ ചിതാത്മക പുരുഷായാധിബീജായ പരേശായ ധീമഹി യസ്മിന്നിദം യദശ്ചേദം യേനേദം ഇദം സ്വയം യോസ്മാൽ പരസ്മാശ്ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം. ഭഗവാനെ ഒരു നിമിഷം ധ്യാനിച്ചു.
ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. എവിടെയോ പൂർവ്വജന്മങ്ങളിൽ കേട്ട സത്സംഗം. അതാണ് നമ്മൾക്ക് ഈ സത്സംഗങ്ങളൊക്കെ കേൾക്കുമ്പോഴുള്ളൊരു ഗുണം. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അർജുനൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗീത, ഭഗവത്ഗീത യുദ്ധക്കളത്തിൽ കേട്ടിട്ട് അർജുനനത് ശരിക്കും പ്രയോജനപ്പെട്ടത് ഭഗവാൻ കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷമാണ്. ഭഗവാൻ തന്നെ കൈവിട്ടു. തൻ്റെ കയ്യിലുള്ള, ഓർക്കുന്നുണ്ടോ കഥ? കയ്യിലുള്ള ഗാണ്ഡീവവും നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് അർജുനൻ പറയുന്നു, വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേന മേ ഭഗതത്തേജോ യേന വിസ്മാപനം. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ആ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തളരാനല്ല അർജുനൻ ശ്രമിച്ചത്. ആ ഒരു നിമിഷം അർജുനന്റെ മനസ്സ്, ഗീതം ഭഗവതാ പ്രോക്തം യത് സംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം പുനരത്യങ്ങമൽ വിഭു. ഭഗവത്ഗീത അർജുനന്റെ മനസ്സിൽ വീണ്ടും ഓർമ്മയിൽ വന്നു. അതോടുകൂടിയിട്ട് വിശോകോ ബ്രഹ്മസമ്പത്യ സംഛിന്നദ്വൈത സംശയ ലീനപ്രകൃതി നൈഗുണ്യാലിംഗത്വാല സംഭവ. ഭാഗവതത്തിലെ വരികളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഓർമ്മയുണ്ട്. കേട്ടുവോ നിങ്ങൾ? ഓർക്കുന്നുണ്ടോ ഈ പറഞ്ഞതൊക്കെ? ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 15ാമത്തെ അധ്യായത്തിൽ 42, 43, 44, 45 ശ്ലോകങ്ങളൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നാം ഇവിടെ വെച്ച് കേൾക്കുന്നത് ഒരുപക്ഷെ ഇവിടെ നിങ്ങൾക്കതിൻ്റെ പ്രയോജനമില്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എവിടെ നിങ്ങൾക്കൊരു മാനസിക വിഷമം വരുന്നുണ്ടോ അന്ന് ഈ കേട്ടത് നിങ്ങൾക്കൊരു ഉപകാരമായി മാറും. ഇതാണ് ഗജേന്ദ്രനുണ്ടായത്. ഏതോ ജന്മങ്ങളിൽ എന്നോ നേടിയെടുത്ത ചില സുഹൃത്തുക്കൾ അത് ഓർമ്മയിൽ വന്നു. ആ സമയത്ത് ഗജേന്ദ്രൻ പറയാണ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആത്മാപ്തജാപ്ത ഗൃഹവിത്തജനേഷു സക്തൈ ദുഷ്പ്രാപണായ ഗുണസംഗ വിവർജിതായ മുക്താത്മഭിസ്വഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ. എല്ലാവരുടെയും ചിന്തകൾ ഇങ്ങനെയാണ്. ആരോഗ്യമുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ ധ്യാനിക്കുന്നത്? ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലോ കൂടെ, പണവും പ്രതാപവും ഉണ്ടല്ലോ കൂടെ എന്നൊക്കെ കരുതി അപ്പോൾ എന്നൊക്കെ നമുക്ക് ധാരണ വരാറുണ്ട്. എന്താ ഇപ്പം അതാണ് ഈ ചെറുപ്പകാലത്തിലൊക്കെ നമുക്കൊരു ധൈര്യം. എന്താ എനിക്ക് ഒന്നും വരില്ല, വന്നാൽ തന്നെ നേരിടാൻ സാധിക്കും എന്നുള്ളൊക്കെ ഒരു ദുരഭിമാനം. ഇതൊക്കെയായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ ഇതൊക്കെ എന്നെ അങ്ങോട്ട് കൈവിട്ടപ്പോൾ ഇതെല്ലാം എൻ്റെ കയ്യിൽ നിന്നും ആത്മാപ്തജാപ്ത ഗൃഹവിത്തജനേഷു സക്തൈ ദുഷ്പ്രാപണായ ഗുണസംഗ വിവർജിതായാം, ഇതൊക്കെ അങ്ങോട്ട് കൈവിട്ടപ്പോൾ അപ്പോഴാണ് മനസ്സിലായത്, മുക്താത്മഭീ സ്വഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ. ഇനി എനിക്ക് ശക്തിയും ധൈര്യവും പകരാൻ എൻ്റെ ഹൃദയത്തിൽ തന്നെയുള്ള ഈശ്വരായ. ആരേ ഉള്ളൂ? ഈശ്വരനേ ഉള്ളൂ. ഈ ഒരു ചിന്തനം നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് ഡിസ്കണക്ട് ചെയ്യണം, വേറൊരു ഭാഗത്ത് മനസ്സ് കണക്ട് ചെയ്യണം. നോക്കൂ, സാധാരണ രീതിയിൽ നിങ്ങൾ പത്രത്തിൽ വായിക്കുക, എല്ലാവരും അവഗണിച്ചു കഴിഞ്ഞാൽ ട്രാക്കിൽ ശവശരീരമായിരിക്കും, അല്ലെങ്കിൽ പോയിസൺ വാങ്ങിച്ച് കഴിക്കും, അല്ലെങ്കിൽ ഒരു കയറെടുത്ത് ഫാനിൻ്റെ മുകളിൽ തൂങ്ങും. ആണോ അല്ലയോ? ആർക്കും വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യയാണ് ഒരുവിധം ആളുകളൊക്കെ ചിന്തിക്കുക. അവരുടെ വിചാരം ആത്മഹത്യ ചെയ്തോടുകൂടി കഴിഞ്ഞു എന്ന്. പക്ഷെ അവരറിയുന്നില്ല, ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ മനസ്സ് നശിക്കുന്നില്ല എന്നും, ആ വേദനകളും ദുരിതങ്ങളും അനുഭവിച്ച മനസ്സ് ഇനിയും ഒരു വേദനകളും ദുരിതങ്ങളും അനുഭവിക്കാൻ പറ്റുന്നൊരു ശരീരത്തോട് ചേർന്ന് വീണ്ടും ഒരു ജീവിതം അവർക്കുണ്ടെന്ന് പാവം അറിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ തിരിച്ചറിഞ്ഞാലല്ലോ ആരും ആത്മഹത്യയില്ല. മനസ്സിലായില്ലേ? ആത്മഹത്യ ചെയ്യുന്നത് തന്നെ മനസ്സിനെ ബലാത്കാരേണ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുക. അപ്പോൾ ഒരു വേദനയിലാണത് പോകുന്നത്. അപ്പോൾ വേദനയിൽ പോകുമ്പോൾ വേദന അനുഭവിക്കാൻ പറ്റുന്ന
ഒരു ശരീരത്തിലേക്കായിരിക്കും അത് പോകുന്നത്. അപ്പോൾ പിന്നെ അടുത്ത ശരീരം തന്നെ ചെറുപ്പകാലത്തിൽ രോഗങ്ങൾ, ക്രൂരതകൾ, പീഡനങ്ങൾ. മനസ്സിലായില്ലേ? ഓരോരോ ജന്മങ്ങൾ നോക്കൂ നിങ്ങൾ. പീഡനങ്ങൾ ജനിച്ച ഉടനെ തന്നെ അനുഭവിക്കേണ്ട അനുഭവങ്ങൾ. എന്തിനത് അനുഭവിക്കണം? ഈ ആഫ്രിക്കയിൽ ഞാൻ കേട്ടിരിക്കുന്നൊരു കഥയല്ല, സംഭവമാണ്. ഒരു ട്രൈബൽസാണ് ആഫ്രിക്കയിൽ മുഴുവൻ. അതിലൊരു പ്രത്യേക ട്രൈബൽസ് ഉണ്ടല്ലോ, കുട്ടി പ്രസവിച്ച് പുറത്തു വന്നാൽ ആദ്യം ചെയ്യുന്നത് ഇരുമ്പിൻ്റെ ഒരു കഷ്ണം പഴുപ്പിച്ചിട്ട് മേല് വയ്ക്കും. കുട്ടിക്ക് ആദ്യം തന്നെ നരകവേദനയെ കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു കല ഉണ്ടെങ്കിൽ ഏത് ട്രൈബലിൽപ്പെട്ട കുട്ടിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മരണം വരെ അത് ഉണ്ടാവണത്ര, പൊള്ളിച്ച് കളയാതെ. ഇപ്പോഴും ഉള്ള കാര്യമാണ് പറയണത്, ഇല്ലാത്തത് പറയല്ലേ നിങ്ങൾ. എന്തിനത് നരകം അനുഭവിക്കണം? എന്താ ആ മനസ്സത് അനുഭവിക്കാനൊരു ഇതുണ്ടാവുക? അപ്പം ഇതൊക്കെ നമുക്ക് നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 3 വയസ്സിനെ പീഡിപ്പിച്ചു, 1 വയസ്സിനെ പീഡിപ്പിച്ചു, 2 വയസ്സിനെ പീഡിപ്പിച്ചു, പ്രസവിച്ച് റോട്ടിലേക്ക് എറിഞ്ഞു. എന്തിനത് അനുഭവിക്കണം? അപ്പം ഇതൊക്കെ ഒരു മനസ്സ് അതിലോട് കൂടിച്ചേരുമ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ അനുഭവങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഈ ദുർബുദ്ധി തോന്നരുത്. ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല. മനസ്സിലായില്ലേ? ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ എന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി മനസ്സിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തലാണ്. ശരീരം വീണ്ടും യാത്ര ചെയ്യും. അത് ക്രൂരമായ പീഡനങ്ങളുടെ ശരീരമാവും. എന്തിനങ്ങനെ ഒരു ക്രൂരത കൊടുക്കണം? അവിടെയാണ് ഈ ഗജേന്ദ്രമോക്ഷം കഥയ്ക്ക് പ്രസക്തി. എല്ലാവരും കൈവിട്ടു ഇരുന്ന് കരയല്ല ചെയ്യുന്നത്. മനസ്സിനെ നേരെ പറയൂ, ഭഗവാനിലേക്ക് അങ്ങോട്ട് തിരിച്ചു വിട്ടു. നോക്കൂ, എന്താ ഭാരത സംസ്കാരം അല്ലേ? നേരെ ഭഗവാനിലേക്ക്. ആരും ഇല്ല, ഒന്നുമില്ല, ആരും നോക്കുകയെന്ന് പറയുന്നത് ഹാർമോണിയം വെച്ച് കരയല്ല. നോക്കൂ, നിങ്ങൾ ഇപ്പോഴും കാണാം ഈ ഭാഗ്യം കെട്ട എത്രയോ ആളുകൾ സമൂഹത്തിൽ. ഓരോ വീടുകളിലൊക്കെ ചെന്ന് ആരും നോക്കാനില്ല എന്നും പറഞ്ഞിട്ട് ഒരു പിച്ചപാത്രം കൊടുക്കുക എന്നുള്ളത് അവർക്ക്. നിങ്ങളൊക്കെ സുഹൃതികളാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കിത് കേൾക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ലേ? അങ്ങനെ ഒരിക്കലും പറഞ്ഞ് കരയരുത്. ആരുമില്ല, ആരും നോക്കുന്നില്ല, എന്നെ കൈവിടുന്നു എന്നൊന്നും പറഞ്ഞിരിക്കരുത്. ഈ മനസ്സിനെ എങ്ങോട്ട് തിരിച്ചയക്കണം? അങ്ങോട്ട് തിരിച്ചയക്കണം. അതിന് വല്ല ആശ്രമങ്ങളോ എവിടെയെങ്കിലും അങ്ങോട്ട് പോകുക. അതാണ് വിതുരൻ്റെയൊക്കെ ജീവിതം. കണ്ടില്ലേ? ധൃതരാഷ്ട്രൻ്റെ വീട്ടിൽ നിന്ന് ദുര്യോധനൻ ഇറക്കി വിട്ടപ്പോൾ നേരെ എന്താ പറയുക, റെയിൽവേ ട്രാക്കിലേക്കല്ല പോയത്. ആണോ? വിതുരൻ നേരെ ഇറങ്ങിപ്പോകുന്നത് സത്സംഗങ്ങളിലേക്കാണ്. അതുകൊണ്ട് മൈത്രേയ മഹർഷിയെ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃതം നോക്കുക. വിതുരൻ്റെ കഥ ഞാൻ മുഴുവൻ പറഞ്ഞില്ല. ഇദ്ദേഹം ഇറങ്ങുമ്പോൾ തീരുമാനിക്കുകയാണ്, നോക്കൂ ഭഗവാന്റെ ഒരു ലീല. ഈ യുദ്ധസമയത്ത് ഞാൻ ഉണ്ടാവരുതെന്ന് കരുതി ഭഗവാൻ ദുര്യോധനെ കൊണ്ട് എന്നെ ചീത്ത പറഞ്ഞിരിപ്പിക്കുകയാണെന്ന് അങ്ങനെ ചിന്തിച്ച ഒരാളാണ്. എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ദുര്യോധനെ കൊണ്ട് ചീത്ത പറഞ്ഞിരിപ്പിക്കണം, അങ്ങനെ അദ്ദേഹം കണ്ടുള്ളൂ. എന്നിട്ടൊരൊറ്റ മോഹം അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലൊക്കെ കറങ്ങി 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 കൃഷ്ണനെ ഒന്ന് കാണാമെന്ന് കരുതി ദ്വാരകയിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് വഴിയിൽ കാൽ മെതിയടിയൊക്കെ ആയിട്ട് ഉദ്ധവർ വരുന്നത്. അപ്പോൾ ചോദിച്ചു, എന്താ ഉദ്ധവരെ ഇങ്ങനെ കാണാറില്ലല്ലോ അങ്ങെപ്പോഴും കൃഷ്ണൻ്റെ വേഷമൊക്കെ ധരിച്ച് മരവുരി ഉടുത്തിട്ടൊന്നും അങ്ങേ കാണുന്നില്ല, എന്തു പറ്റി? അപ്പോഴേക്കും കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വന്നു. എനിക്കറിയാം അങ്ങ് കൃഷ്ണനെ കാണാൻ പോവുകയാണ്. ഏതൊരു കൃഷ്ണനെ കാണാൻ പോകുന്നു? കൃഷ്ണൻ ദേഹം ത്യജിച്ചു കഴിഞ്ഞു, കുലമൊക്കെ പോയി കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ വിതുരരൊരു നിമിഷം അങ്ങനെ ധ്യാനനിരതനായി. ഉടനെ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുന്ന സമയത്തൊരു കാര്യം പറഞ്ഞു. വഴിയിൽ വെച്ച് ഉദ്ധവ വിതുരനെ കാണുന്നു. ആ വിതുരനോട് പറയണം, അദ്ദേഹത്തിന് ഭാഗവതം ഉപദേശിക്കാൻ ഞാൻ മൈത്രേയ മഹർഷിയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന്. വിതുരോപി ഉദ്ധവൽ ശ്രുത്വ. വിതുരൻ ഉദ്ധവർ പറയുന്നത് കേട്ട് പ്രേമഗത് കഥയാ, തൻ്റെ ഹൃദയം നിറഞ്ഞ് പ്രേമം കൊണ്ട്, സങ്കടം കൊണ്ടല്ല, അദ്ദേഹത്തിന് അശ്രുലോചന നിറഞ്ഞ് കരഞ്ഞു എന്ന് പറയണം. അത്രയും തന്നെ ഉയർത്താൻ വേണ്ടി വഴികൾ ഒരുക്കി വെച്ചിരിക്കുന്നു ആര്? കൃഷ്ണൻ. അതുപോലെ നമുക്കൊക്കെ വഴികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ വഴികൾ കണ്ടെത്തണമെങ്കിൽ നെഗറ്റീവ് മാർഗത്തെ തിരഞ്ഞെടുക്കരുത്, ഒരു പോസിറ്റീവ് മാർഗത്തെ തിരഞ്ഞെടുക്കണം. നല്ല വഴിയിലേക്ക് പോവുക. അതൊരു സുഹൃതം വേണ്ടേ? വേണോ വേണ്ടയോ? അതാണ് നമുക്ക് ഭാരതത്തിൽ നോക്കൂ, എനിക്ക് തോന്നുന്നു ഒരു
തരത്തിലും ദുഃഖിക്കാൻ ഒരു വഴിയില്ല, ഒരു തരത്തിലും ദുഃഖിക്കാൻ. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വിദേശത്തുള്ളൊരു ലേഡി എന്നോട് പറഞ്ഞു, സ്വാമി വീട്ടിൽ വലിയ പ്രശ്നമാണ്, എനിക്ക് മരിക്കാൻ തോന്നണു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല നിങ്ങൾക്ക്, കാരണം ഞാനിങ്ങനെ ഒരു യാത്ര കഴിഞ്ഞൊരു യാത്ര, ഞാനൊരു സ്ഥലം പറയാമെന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ അറിയുന്നൊരു ആശ്രമത്തിൽ പറഞ്ഞയച്ചു, വൃന്ദാവനത്തിൽ. ഒരു മാസം അവിടെ നിങ്ങൾ താമസിച്ചുള്ളതൊക്കെ പറഞ്ഞു. അവരൊരു മാസം താമസിച്ച് ചില ജപങ്ങളും ധ്യാനങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് അവർ തിരിച്ചുപോയി. ഇപ്പോൾ വലിയ കുടുംബത്തിൽ അത്ര ഒരു രസത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പം എല്ലാ മിസ്സും മാറി, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും മാറി. ഇപ്പോൾ ഭയങ്കര സ്നേഹം, ഭർത്താവും മക്കളും ഒക്കെ ധ്യാനം. എന്നോട് പറയാണ്, ഞങ്ങളുടെ വീട്ടിലൊരു സപ്താഹം നടത്തി തന്നെ. പണ്ട് ചാവാൻ പോയ പാർട്ടിയാണ്, ഇപ്പോൾ എവിടെ എത്തി നോക്കും നിങ്ങൾ. ഇതാണ് മാറ്റം വന്നു കഴിഞ്ഞാൽ എവിടെ എത്തുന്നുള്ളത്. അപ്പോൾ ഒരു ടേണിങ് മനസ്സിന്. എല്ലാം പോയി എന്ന് പറയുന്നവർ എല്ലാം ഉയർന്നു കിട്ടുന്നത്, അതൊക്കെ നമ്മുടെ മനസ്സിന് നേടിയെടുക്കാൻ പറ്റും. ഇതാണ് ഇവിടെ ഗജേന്ദ്രൻ്റെ കഥയിൽ പറയുന്നത്. അദ്ദേഹം ഒരു നിമിഷം മനസ്സൊക്കെ അർപ്പിച്ചുകൊണ്ട്, ഭട്ടതിരിപ്പാട് പറയുന്നത് പോലെ അദ്ദേഹം തൻ്റെ മനസ്സിനെ പരിപൂർണമായിട്ട് ഭൂമൻ കായേന വാച മുഹുരഭി മനസാ തൽബല പ്രേരിതാത്മാ യദ്യത് കുർവൻ സമസ്തം തദിഹ ഭരതരേ ത്വയ്യസോ അർപ്പയാമി ജാത്യാപീഹസ്വഭാഗത്വയി നിഖിലമന കർമ്മവാഗിന്ദ്രിയാർത്ഥ പ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമന തൊൽപ്പതൽ വിപ്രവരി. അത്ര മനസ്സർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ മനസ്സൊക്കെ അർപ്പിച്ച് പറയുന്നു, ഇത്ര കാലം ഞാൻ അവിടുത്തെ മഹാത്മ്യം മനസ്സിലാക്കിയില്ല. നായം വേദസ്വമാത്മാനം യശക്ത്യാഹന്തിയാഹതം തം ദുരത്യ മാഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം. നമോ നമസ്തുഭ്യമസഖ്യവേഗ ശക്തിത്രയാഖിലതീ ഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കതിന്ദ്രിയാണാമനവാപ്യവത്മനെ. തൻ്റെ ഹൃദയം മുഴുവൻ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ, അവിടുന്നേ ഉള്ളൊരു ശക്തി, അവിടുന്നേ ഒരു അനുഗ്രഹം. ഈ ഒരു നിമിഷം കഥ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ചക്രധാരിയായിട്ട് ഭഗവാൻ വരുന്നു, തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ മുതലയുടെ കാല് വെട്ടുന്നു. അപ്പോഴേക്കും ഗജേന്ദ്രൻ തടാകത്തിൽ നിന്നും ഒരു താമരപ്പൂ വലിച്ചെടുക്കുന്നു. നേരെ താമരപ്പൂ ഭഗവാനെ നീട്ടുന്നു. ഭഗവാൻ താമരപ്പൂ പിടിച്ച് ആ ഗജേന്ദ്രൻ്റെ തുമ്പിക്കൈ പിടിച്ച് കരയിലേക്ക് കയറ്റുന്ന സമയത്ത് ഗജേന്ദ്രൻ അവിടെ നമസ്കരിച്ചുകൊണ്ട്, ഹൃദയം നിറഞ്ഞ് നമസ്കരിച്ചുകൊണ്ട് പറയുന്ന ആ വരികൾ പറയുന്നത്, സോന്തസരസ്വരുപലേന ഗൃഹീത ആത്തോ ദൃഷ്ട്വാ ഗരുത്മതിഹരിഖം മുപാത്തചക്രം ഉക്ഷിപ്യ സാംബുജകരം ഗിരമാഹ കൃസൽ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. തൻ്റെ മനസ്സ് മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ ഗജേന്ദ്രൻ അർപ്പിതനായപ്പോൾ ഗജേന്ദ്രൻ മുക്തനായി എന്നാണ്. പൊതുവേ നമ്മൾ ഈ കഥ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഗജേന്ദ്രനെ കരയിലേക്ക് കയറ്റി എന്നാണ്. പക്ഷേ ഭാഗവതത്തിൽ ആ കഥയല്ല പറയാനുള്ളത്. അതുകൊണ്ട് ഭാഗവത്തിൽ അടുത്ത അധ്യായത്തിൽ നേരെ 5-ാമത്തെ ശ്ലോകത്തിൽ പറയും, ഗജേന്ദ്രോ ഭഗവൽ പ്രശാൽ വിമുക്തോ അജ്ഞാനബന്ധനാൽ എന്നാണ്. ഏത് ബന്ധനം? അത് ശ്രദ്ധിക്കൂ നിങ്ങൾ, അല്ലാതെ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നല്ല. എപ്പോഴാണ് മുക്തനായത്? പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസ ചതുർഭുജ ഭഗവൽ സ്പർശാൽ എന്നാണ്. ഗജേന്ദ്രൻ്റെ മനസ്സ് ഭഗവാനെ സ്പർശിച്ചപ്പോൾ അജ്ഞാനബന്ധനം മാറി എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധ്യാനത്തിലൂടെ മനസ്സ് ഭഗവാനെ സ്പർശിക്കാൻ തുടങ്ങും തോറും ദൗർബല്യങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തരായി എന്ന് പറയാം. എന്തിനാ ഈ ഗജേന്ദ്രനെ വെച്ചിരിക്കുന്നത്? ഗജേന്ദ്രൻ എന്നതൊരു ദുരഭിമാനത്തിൻ്റെ പ്രതീകമാണ്. നമുക്കൊക്കെ ഒരു ദുരഭിമാനമുണ്ട്. ആരോഗ്യമുണ്ട്, എന്തിനാ ഞാൻ പേടിക്കുന്നത്? മക്കളും ഭാര്യയും ഭർത്താവും കൂടെയുണ്ട്, ഞാൻ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് പണമുണ്ട്, ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഈ ഒരു ചെറിയൊരു ദുരഭിമാനം പലർക്കും ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? എന്ത് വന്നാലും നേരിടാൻ കഴിയുന്നുള്ളൊരു, എന്താ അതിന് പറയുക, ഒരു തരം മിഥ്യാബോധം, ഒരു തരം അഹങ്കാരം നമ്മൾ പറയില്ലേ? ഇല്ലേ?
പലർക്കുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളോടൊക്കെ നിങ്ങൾ സൂക്ഷിക്കൂ, ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്തിനാ പേടിക്കുന്നത്? എന്തു വന്നാലും നമുക്ക് നേരിടാൻ പറ്റുന്നുള്ളൊരു ധാരണ. ഈ തോന്നലാണ് ഗജേന്ദ്രൻ എന്നുള്ള പ്രതീകം. പക്ഷേ കാലം അത് തെളിയിച്ചു. എല്ലാവരും കൈവിടുന്നൊരു രംഗം വന്നപ്പോൾ അപ്പം മനസ്സിലായി, ഇനി എനിക്ക് എന്നെ ഉയർത്താൻ വേറെ ആരും. അപ്പോഴാണ് മനസ്സെന്തോ സുഹൃതം കൊണ്ട് തിരിഞ്ഞത്. ഇന്ന് നമുക്ക് പലരും തിരിയുന്നില്ല. കാരണം അങ്ങനൊരു ശക്തി അവർ നേരത്തെ മനസ്സിലാക്കിയിട്ടില്ല. സത്സംഗഭാഗ്യം ഇല്ല. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ദശരഥന്മാരെയാണ്. തളരുന്നതോടുകൂടി തകരുന്നവരെയാണ്, അല്ലേ? അവർ തളരുന്നു, അവസാനം തകരുന്നു. എന്നാൽ ഒരു തളർച്ചയിൽ നിന്ന് ഉയരുന്ന, അതാണ് ഗജേന്ദ്രൻ. തന്നെ തകരാൻ അനുവദിച്ചില്ല, തളർന്നു. മറ്റുള്ളവർ കൈവിട്ടു, പക്ഷേ അതിൽ തന്നെ ചിന്തിച്ച് തകരാൻ തന്നെ അനുവദിച്ചില്ല. നേരെ മനസ്സിനെ തിരിച്ചു. ഇത് ഭാഗ്യമാണോ, സുഹൃതമാണോ? ആണോ അല്ലയോ? ഇതാണ് മനസ്സിൻ്റെ മൈൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ MBA കോളേജുകളിലോ ക്ലാസ്സുകളിലൊന്നും മൈൻഡ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നില്ല. ബാക്കി എല്ലാ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, എല്ലാ മാനേജ്മെൻറ്റും ഉണ്ട്. നിങ്ങൾ കുട്ടികളോട് ചോദിച്ചു നോക്കുക, MBA പഠിക്കുന്ന കുട്ടികളോട്. ഞാൻ കേട്ടിട്ടില്ല മൈൻഡ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നത്. ഇതാണ് നമ്മുടെ ഋഷിമാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നിങ്ങളൊക്കെ ഇത് പഠിച്ചാൽ നിങ്ങളും MBA പാസ്സായി. എന്തും MBA മൈൻഡ് ബിസിനസ് കോഴ്സ്. ഇതൊക്കെ മൈൻഡ് ബിസിനസ്സാണ്, മൈൻഡിനെ മാറ്റിയെടുക്കുന്ന ട്രെയിനിങ് ആണ്. അങ്ങനെയുള്ളൊരു ട്രെയിനിങ്ങിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇപ്രകാരം നമ്മുടെ ജീവിതം ധന്യമാക്കാൻ സഹായിക്കുന്ന ഒരു കഥയാണ് ഗജേന്ദ്രമോക്ഷം.